ഇവിടെ മത്സരിക്കുന്നത് അൻവർ, പിന്നെ സ്വരാജ്, പിന്നെ ഒരു BJP കാരല്ലേ, ഏതൊരാളുണ്ട് അങ്ങനത്തെ പേരാ. പിന്നെ ഷൗക്കത്ത്. അപ്പൊ 25 വർഷം നിങ്ങളിവിടെ കട തുടങ്ങിയിട്ടല്ലേ? മക്കളെന്താ ചെയ്യുന്നത് നിങ്ങളെ? അല്ല അച്ഛാ, മക്കളെന്താ നിങ്ങളെ ചെയ്യുന്നത്? ആ, കുഴപ്പമില്ല, അവരവരുടെ ഇഷ്ടത്തിന് അല്ലേ? ആ, ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ ഇഷ്ടംപോലെ വന്നു പോകൂലേ? ഈ റോഡിന്റെ പേരെന്താ? വീട്ടിക്കുത്ത് റോഡ് അല്ലേ? ആ, ഇപ്പം നിലമ്പൂർ മണ്ഡലത്തില് വിജയസാധ്യത മിക്കവാറും സ്വരാജിനാണ് അല്ലേ? അല്ലേ? ആ, അല്ല പൈസ കൊടുക്കുന്നതിന് അനുവദിക്കുന്ന ഉറപ്പാ അല്ലേ? ഒരു വോട്ടിന് 5000 റുപ്യ കൊടുക്കുന്നുണ്ട്. ആ, അത് അല്ല, പൊതുജന സംസ്ഥാനമാണല്ലേ? അല്ല, അത് കുഴപ്പമില്ല, കൊടുത്തോട്ടെ. കാശ് മേടിച്ചിട്ട് നമുക്ക് വോട്ട് ചെയ്യണം. ആ, ആശയത്തിനാണ് വലുത്. ഇപ്പം അങ്ങനെ ഒരു ഇലക്ഷൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഉണ്ടാ? സത്യല്ലേ? ആ, എന്തിനാ അവൻ രാജിവെച്ചത്? രാജിവെക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എന്ത് തെരഞ്ഞെടുപ്പിന്? ആ, എത്ര കോടി ഉറുപ്പിക ജനങ്ങൾക്ക് നഷ്ടം വന്ന്? ആ, ഒരു തെരഞ്ഞെടുപ്പിനെ അടിച്ചേൽപ്പിക്കുന്നതിന്റെ ഉത്തരവാദി ആരാ? PV അൻവറ. നമ്മളെ സംബന്ധിച്ചോളം ഇന്നിപ്പോൾ ഈ 2 മാസം നമുക്ക് 3000 ഇവിടെ വൈകുന്നേരം വരെ എന്തായാലും കിട്ടില്ല. എവിടെ കിട്ടുന്നത്? 3200 റുപ്യ കിട്ടിയപ്പോ സതീശൻ എന്താ പറഞ്ഞാ? അത് കൈക്കൂലി കൊടുക്കുകയാണ്. നാണം വേണ്ടേ? അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ഈ പ്രശ്നം മുഴുവൻ 45 റുപ്യ ഉണ്ടായിരുന്നത് 1600 റുപ്യയായി. ആ, നമ്മൾ സാധാരണക്കാർ കഷ്ടപ്പെടുന്നവരൊക്കെ കൈക്കൂലിക്കാര്. പറഞ്ഞതിനൊരു ലോജിക്ക് വേണ്ടേ? യുക്തിരഹിതമായിട്ടുള്ള ആളുകളാ. അത് സാധാരണക്കാരന് പണ്ട് മുതലേ ഉള്ളതല്ലേ? അത് എന്തൊക്കെ സഹായം. ഞാൻ സത്യം പറയാൻ മരുന്ന് മേടിച്ചത് സത്യം പറഞ്ഞത് 3600 റുപ്യ കിട്ടിയപ്പോ ജനങ്ങൾക്ക് വളരെ സന്തോഷമായി. അത് ഒരു നുണ പറച്ചില്ലേ? രാഷ്ട്രീയതാവട്ടെന്നേ, നല്ലത് ചെയ്യുന്നത് നല്ലതെന്നല്ലേ പറയാ അല്ലേ? അതാണ് നമ്മളെ അഭിപ്രായം. നല്ലത് നിങ്ങൾ നല്ലത് ചെയ്ത, ഞാൻ നല്ലത് ചെയ്ത, അത് നമ്മളെവിടെയോ നല്ലത് ചെയ്താൽ നല്ലതെന്നെ പറയാം. പിന്നെ ആ കൊറോണയിൽ ആ 18 മാസത്തെ പൈസ എല്ലാവരും വീട്ടിൽ കൊണ്ട് കൊടുത്തില്ലേ? എല്ലാവരും വീട്ടിലും കാറ്റോട്ടേക്ക് കൊണ്ടുപോയി കൊടുത്തില്ലേ? 18 മാസം ഫുള്ളായിട്ട് വീട്ടിൽ എത്തിച്ചില്ല. പൈസ അരി കൊടുത്ത്. പിന്നെ ഇനി എന്താ നമുക്ക് കുടിശ്ശിക പൈസ ഒരു 4 മാസം 3 മാസം 2 മാസമേ ഉള്ളൂ കേട്ടോ. 2 മാസം അതൊക്കെ തന്നു തീർത്തില്ലേ? പിന്നെ എന്തിനാ പിന്നെ ഈ നായട്ടൊക്കെ പറയും ഇത് കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ കിട്ടില്ല, ഇവിടെ ഉണ്ടാവും സ്വപ്നത്തിൽ വിചാരിക്കും വേണ്ട, ഇവിടെ കഴിയില്ല. ഇയാളായതുകൊണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടി തള്ളി അവിടുന്ന് വാങ്ങിയിട്ട് ഇവിടുന്ന് വാങ്ങിയിട്ട് ഇങ്ങനെ കഴിയുന്നല്ല. പിന്നെ നമുക്ക് ഒരു ഇതുണ്ടാവില്ല. എന്തായാലേ നമ്മളുടെ ചാനലിന്റെ പേര് ധനം വ്ലോഗേഴ്സ് എന്നാണ്. അപ്പൊ എല്ലാവരും ഇത് കാണും. അപ്പൊ നിങ്ങളും കാണാൻ പറയാ. രാഷ്ട്രീയമൊക്കെ ഉണ്ടായിക്കോട്ടെ, ആവശ്യമില്ല. പക്ഷെ ഇവിടെ ജയിക്കേണ്ടതിന്റെ അനിവാര്യത സ്വരാജിനാണ്. ഈ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചതാണെന്നുള്ളത് എല്ലാ ജനങ്ങൾക്കും ബോധ്യമുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു 5-10 പേരെ ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്ത്, ആ ഇന്റർവ്യൂ ചെയ്തപ്പോൾ നിങ്ങളാണ് ഇപ്പോൾ ഏറ്റവും വയസ്സായ ഒരു മനുഷ്യൻ. വളരെ ഡീസൻ്റായി. നന്ദി, നമസ്കാരം.